ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 9ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ 4ാം വാർഷികമാണ് ഇപ്പോൾ വിവിധ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുണ്ട്. എന്തായാലും ഇതൊരു വാർഷികമാണ്. അതിലുപരി ജനങ്ങളെല്ലാം ഈ പ്രദർശന വിപണന മേള ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ, ഇത് ഈ പ്രദർശന പരിപാടികളുടെ സമ്പൂർണമായ വിജയത്തിന് ആധാരമായത് ജനകീയ സഹകരണത്തിൻ്റെ കരുത്തും ശക്തിയാണ്. ഞാനിത് ഉദ്ഘാടന ശേഷം ഞാൻ ഇത്രയും ആകർഷകമായ ഇത്രയും ഗുണകരമായൊരു പ്രദർശനം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ജനങ്ങൾ ഒഴുകി വരികയാണ്. അത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒരു വിചാരങ്ങളൊന്നുമില്ലാതെ ഇത് കാണുക, ഇത് ആസ്വദിക്കുക, അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്ന നിലയിൽ വഹിക്കുക. ഇന്നലെ ഞാനിവിടെ എത്തിയപ്പോൾ പറഞ്ഞു, അല്ല ഇത് കുറച്ച് ദിവസത്തെ കൂടി ഒന്ന് നീട്ടി വെപ്പിച്ചൂടെ സാറേ? അപ്പോൾ അത് മറ്റു ചില സാങ്കേതിക ഭൗതികത എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു നീട്ടി കൊടുക്കുന്നതല്ലേ നല്ലത്. എല്ലാ ജില്ലയിലും ഇത് നടത്തേണ്ടതല്ലേ? പിന്നെ അപ്പോൾ ഇവിടെ തന്നെ ഇത് കണ്ടില്ല. ഇപ്പോൾ ഈ സമയമായിട്ട് രാവിലെ തൊട്ട് ഞാനിപ്പോൾ ഇവിടുന്ന ഭക്ഷണം ഈ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഭക്ഷണശാല ഇന്ന് രാത്രിയൊക്കെ വന്നപ്പോൾ ഭക്ഷണം ഇരിക്കാനിടയില്ല എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഈ പരിപാടി ജനങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, സർക്കാരിൻ്റെ ഓരോ പദ്ധതികൾ, അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പ്രദർശന മേളയെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണോ വിലയിരുത്തൽ? തീർച്ചയായിട്ടും. അതായത് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു, ഇവിടെ വെച്ച് പ്രദർശനം കാണുന്നു, പറയുന്നതും അനുഭവത്തിലുള്ളതും അവർ കാണുകയാണ്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് അവിടെ നിൽക്കുന്നതല്ല. ഇത് ഇന്നാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ചെയ്യും എന്ന് വിശ്വസിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ചെയ്ത കാര്യങ്ങളുടെ അനുഭവസാക്ഷ്യമാണ്, നിഷേധിക്കാൻ കഴിയാത്ത അനുഭവസാക്ഷ്യം. അപ്പോൾ ചെയ്യും കഴിയും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇവിടെ കാണുന്നതല്ല പ്രതീക്ഷ. എല്ലാവരും പറയാം, എൻ്റെ ആരൊക്കെയാണെന്നറിയില്ല, സ്ത്രീകളും ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് പോകുമ്പോൾ എല്ലാം എങ്ങനെയുണ്ട്, സാറേ ഞങ്ങൾ നാളെയും വരും കണ്ടും മറുതിയായിട്ടില്ല എന്ന് പറയുന്നവരാണ്. ആ നിലക്ക് ഇത് ജനങ്ങൾ ഒരു സ്വന്തം ജീവിത ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. ഒരു ആലങ്കാരികമായി വന്നിങ്ങനെ സമയം കളയാൻ വേണ്ടി അതല്ല. കുട്ടികൾ ഇതൊരു ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഒരു 3ാം ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പിലേക്ക് എത്താൻ ഇതൊക്കെ ഒരു ആത്മവിശ്വാസമായി മാറുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് അതൊരു യാഥാർത്ഥ്യമാകും. അതിനോടുള്ള ആ യാഥാർത്ഥ്യവൽക്കരണത്തിലേക്കുള്ള യാത്രയിൽ ജനങ്ങൾ ഇതാ നിങ്ങളുടെ കൂടെ, ഞങ്ങളിത് കാണുന്നു, ഞങ്ങളിത് കേൾക്കുന്നു, ഞങ്ങളിത് അറിയുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ജനങ്ങൾ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുന്ന സർക്കാർ. ഈ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളുടെ പ്രയാസമൊക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഭാഗമായി ആ സാമ്പത്തിക ഉപരോധം ഉണ്ട് എന്ന് പറയുമ്പോഴും പ്രതിപക്ഷം പറയുന്നത് അങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോഴും ഇത് വലിയൊരു ആർഭാടമാണ്, വലിയൊരു ധൂർത്താണ് എന്നുള്ളൊരു വിമർശനം കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. അതെപ്പോഴും പറയും, അതെല്ലാ കാര്യങ്ങളും പറയും. കാരണം ഇത് ധൂർത്തല്ല, ഇത് നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ആഗ്രഹത്തിൻ്റെ സാഫല്യമാണ്. അതെല്ലാം ഉണ്ടാവില്ല ഏത് സന്ദർഭങ്ങളിലായിരുന്നാലും. നമ്മളിപ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ട്, അല്പം ജീവൻ നിൽക്കാൻ ഭക്ഷണം കഴിക്കണ്ടേ, കുളിക്കണ്ടേ, പല്ല് തേക്കണ്ടേ, വസ്ത്രം ധരിക്കണ്ടേ, ഇതെല്ലാം ഉള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ ദൈനംദിന ജീവിത ഭാഗമാണ് എന്നുകൊണ്ട് ഇതെല്ലാം ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. വിമർശനം സാധാരണ അത് ഉണ്ടാകുന്നതാണ്. അത് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പ്രതിപക്ഷ രംഗത്ത് നിന്ന് വന്ന വിമർശനങ്ങളും ഈ പരാമർശനങ്ങളും ഉണ്ടായില്ലെങ്കിൽ അത് അത്ഭുതമാണ്. അത് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം ഈ ജനകീയതയും ഈ ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് അവരുടേതായ ചില പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. ആ പ്രയാസങ്ങൾ മറച്ചു വെക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമാണ്, സ്വസിദ്ധമാണ്. അതുകൊണ്ട് അതവർ പറയും. ഏത് കാര്യങ്ങളാണ് പറയാതിരിക്കുന്നത്? അതല്ലേ. അപ്പോൾ വയനാട് ദുരന്തമുണ്ടായപ്പോൾ
ദുരന്തം എന്ന് പറഞ്ഞാൽ സർക്കാർ ദുരന്തം സൃഷ്ടിക്കും. സംസാരം കേട്ടാൽ ഈ ദുരന്തം ഉണ്ടായത് ഇങ്ങനെ കാറ്റും മഴയും ഞങ്ങളുടെ രാവിലെ മുഖ്യമന്ത്രി പറയുമ്പോൾ അവിടെ ഓടിയെത്തുക. എന്താണ് സംഭവം? ആ സംഭവം ഉണ്ടാകുമ്പോൾ നേരിടുന്നതിന് ജനങ്ങൾ സഹകരിച്ചു, നിർലോഭമായ സഹായത്തിന്. ശരി, പാലണം അതല്ല, അതാണ് സ്വാഭാവികത. അതുകൊണ്ട് പ്രതിപക്ഷങ്ങൾ ധർമ്മം നിർവഹിക്കട്ടെ. പ്രതിപക്ഷങ്ങൾ പറയുന്നതുകൊണ്ട് അവരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അത് അവരുടെ ധർമ്മം അതാണ്. പക്ഷെ പ്രതിപക്ഷ ധർമ്മം യഥാർത്ഥമായ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നത് ക്രിയാത്മകമായ വിമർശനങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ്. എല്ലാറ്റിനും തൊട്ടുന്ന എല്ലാറ്റിനും അത് കുറ്റപ്പെടുത്തുക എന്നതിനൊക്കെ ഉപരിയായി ഇന്ന കാര്യം ചെയ്യേണ്ടതായിരുന്നു, അതിന്ന് ചെയ്യേണ്ടതാണ്. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ നിലക്കുള്ളൊരു ചെറിയൊരു ക്രിയാത്മകമായ ഒരു സമീപനം കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ വിമർശനങ്ങൾക്കിടയിലും മേള വളരെ ഭംഗിയായി പോകും. അത് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാം ഗംഭീരമാക്കി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളൊക്കെ നൽകിയ സഹകാരങ്ങൾക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പറഞ്ഞത്. വിമർശനങ്ങൾക്കിടയിലും എൻ്റെ കേരളം പ്രദർശനം, സർക്കാരിൻ്റെ വാർഷികം, ഇതൊക്കെ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ വികസന പ്രവർത്തനങ്ങൾ അതൊരു തുടർ പ്രക്രിയയാണ്, അതിനിയും തുടരും എന്നുള്ളതാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവൈശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ.